നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിനോട് മോദി കാണിക്കുന്ന വിധേയത്വമാണ് കേരളത്തിൽ കോൺഗ്രസിന് BJPയോടുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് ഗുരുവായൂരിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് UDFന് ഒന്നും പറയാനില്ലാത്തത് ഈ വിധേയത്വമുള്ളതിനാലാണ്. കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണന ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ പൊതുവികാരം ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കാനായിരുന്നു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ചർച്ചയിൽ പങ്കെടുത്തില്ല. അവർ രംഗം കാലിയാക്കുകയും ചെയ്തു. വാക്കൌട്ട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു, അല്ലെങ്കിൽ പോയിട്ട് വരാമായിരുന്നു. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് പറയേണ്ട ഏറ്റവും ഉചിതമായ വേദിയായിരുന്നു നിയമസഭ. ആ സഭയെ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ വികാരം ഒന്നാണെന്നറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ UDF ദുരുപയോഗം ചെയ്തു. ഇത് യാദൃശ്ചികമായല്ല. ട്രംപിനെപ്പറ്റി പറയാൻ മോദിക്ക് ഭയമാണ്. ട്രംപിന് ഇന്ത്യയെപ്പറ്റി എന്തും പറയാമെന്ന അവസ്ഥയായിരിക്കുന്നു. കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിന്റെ എക്സിലാണ്. സ്വന്തം നാടിന്റെ പരമാധികാരത്തെ മറ്റൊരു രാജ്യം നാണംകെട്ട തരത്തിൽ അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പറയാൻ കഴിയും. മൂന്നാം ഊഴം LDFനായിരിക്കുമെന്നും അതിന്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരേ സ്വരത്തിൽ പ്രതിപക്ഷ ഭേദമന്യേ ആ പ്രമേയം ചർച്ച ചെയ്ത് പാസാക്കുമെന്നായിരുന്നു. നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അത് രംഗം കാലിയാക്കി. വാക്കൗട്ട് വേണമായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു, അതിന് പോയിട്ട് മടങ്ങി വരാമായിരുന്നു. ഇത് രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. കേന്ദ്ര ബജറ്റിന്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം. ആ ബജറ്റിൽ കടുത്ത അവഗണന ഉണ്ടായി. കേരളത്തോട് ഉറപ്പിക്കലാകാത്ത അവഗണനയാണ്. കേരളം എന്ന വാക്ക് പോലും കണ്ടില്ല ആ ബജറ്റിനകത്ത്. ഏറെക്കാലമായിട്ട് കേരളം കാത്തിരുന്ന ഒന്നും അതിൽ സ്ഥാനം പിടിച്ചില്ല. ജാഥ മാനേജർ M സ്വരാജ്, CS സുജാത, അഡ്വക്കേറ്റ് P വസന്തം, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, NK അക്ബർ MLA തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ മരവിപ്പിക്കൽ നീക്കി റെയിൽവേ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് NK അക്ബർ MLA നിയമസഭയിൽ സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. മരവിപ്പിക്കൽ നീക്കണമെന്നാവശ്യപ്പെട്ട് 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ കേന്ദ്ര സർക്കാർ ഇതും വൈകിപ്പിക്കുകയാണുണ്ടായത്. 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് മരവിപ്പിക്കൽ നീക്കിയത്. ഈ പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസം ഉണ്ടാക്കിയതിന്റെ തെളിവാണിത്. തന്റെ ഇടപെടൽ മൂലമാണ് മരവിപ്പ് നീക്കിയത് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ കാലതാമസത്തിന് മറുപടി നൽകണമെന്നും MLA പറഞ്ഞു. 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ മറ്റെല്ലാ കാര്യങ്ങൾ എന്നതുപോലെ ആ നടപടികൾ വൈകിപ്പിക്കുകയാണുണ്ടായത്. ഇപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് ഡീഫ്രീസിംഗ് മാറ്റാൻ തയ്യാറായത് എന്നത് ഈ പാതയുടെ വികസനത്തിന് കാലതാമസം കേന്ദ്ര സർക്കാർ ബോധപൂർവം ഉണ്ടാക്കിയതിന്റെ തെളിവാണ്. ഇപ്പോൾ ഉണ്ടായ ഡീഫ്രീസിംഗ് നടപടി തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ ശ്രീ സുരേഷ് ഗോപി ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഈ കാലതാമസത്തിന് മറുപടി പറയാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ബദൽ പാത ആകേണ്ടിയിരുന്ന പദ്ധതിയാണ് എങ്ങും എത്താതെ നിർത്തപ്പെട്ടു പോയത്. എന്തുതന്നെയായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഡീഫ്രീസിംഗ് നടപടി ഉണ്ടായ വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും സംസ്ഥാന സർക്കാർ ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. പാതയുടെ മരവിപ്പിക്കൽ നീക്കാൻ NK അക്ബർ MLA 2022 ഒക്ടോബർ 1 നൽകിയ കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ചിരുന്നതായി റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാൻ മറുപടി നൽകി. ഇക്കാര്യത്തിൽ നിരവധി കത്തുകൾ അയക്കുകയും റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. മരവിപ്പിച്ചത് റദ്ദാക്കിയ ഔദ്യോഗിക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. അത് ലഭ്യമായാൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് നിശ്ചയിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ഡീഫ്രീസിംഗ് ചെയ്തുകൊണ്ടുള്ള കത്ത് കേന്ദ്ര റെയിൽവേ ബോർഡിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഔദ്യോഗികമായി നമ്മുടെ സർക്കാരിന് നമ്മുടെ ഫയലുകൾ എത്തിയിട്ടില്ല.
പക്ഷേ എങ്കിൽ കൂടി ആ കത്തിൻ്റെ കോപ്പി ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ വരുന്ന ഏത് റെയിൽവേ പദ്ധതികളും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായുള്ള സഹകരണം നമ്മൾ റെയിൽവേക്ക് ഉറപ്പു നൽകി. ബജറ്റ് മറുപടി പ്രസംഗത്തിലെ അനുബന്ധ പ്രഖ്യാപനത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ കോട്ടപ്പടി തമ്പുരാൻപടി റോഡിന് 2 കോടി രൂപ അനുവദിച്ചതായും MLA അറിയിച്ചു. അതിവേഗ റെയിൽപാതയുടെ സ്വപ്നങ്ങളുമായി വന്ന് കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് ഇറക്കി വെച്ച മഞ്ഞക്കുറ്റികൾക്ക് ഇപ്പോൾ പ്രായം 4. നാടിനെ കീറിമുറിക്കാനെത്തിയ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയെങ്കിലും മൈതാനത്തിന്റെ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഈ കോൺക്രീറ്റ് തൂണുകൾ അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി മാറുന്നു. 2021-22 കാലയളവിൽ സിൽവർ ലൈൻ സർവേക്കായി വലിയ ആവേശത്തോടെയാണ് ലോറിക്കണക്കിന് കുറ്റികൾ ഇവിടെ ഇറക്കിയത്. എന്നാൽ പദ്ധതിക്കെതിരെ ജനരോഷം ആഞ്ഞടിക്കുകയും ഒടുവിൽ സർക്കാർ പിന്മാറുകയും ചെയ്തതോടെ ഈ കുറ്റികൾ ആർക്കും വേണ്ടാതായി. മൈതാനത്തിന്റെ ഒരു ഭാഗം കുറ്റികൾ കൈയടക്കിയതോടെ കുട്ടികൾക്കും കായിക താരങ്ങൾക്കും ഓടിക്കളിക്കാൻ ഇടമില്ലാതായി. രാത്രികാലങ്ങളിൽ മൈതാനത്തെത്തുന്നവർക്ക് ഇവ വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകൾ വെയിലേറ്റും മഴ നനഞ്ഞും നശിക്കുകയാണ്. പൊതുമുതൽ ഇങ്ങനെ നശിക്കുമ്പോഴും ഇത് നീക്കം ചെയ്യാൻ കേരയിൽ അധികൃതരോ പഞ്ചായത്തോ തയ്യാറാകുന്നില്ല. പദ്ധതി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കുറ്റികൾ ലേലം ചെയ്യാനോ മറ്റ് നിർമ്മാണാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനോ സാധിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും നടപടിയായിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. വാതിൽമാടത്തിൽ 53 ദിവസത്തെ കളമെഴുത്തിനും കളമ്പാട്ടിനും ഇതോടെ സമാപനമാകും. കളമ്പാട്ട് ആരംഭിച്ച ദിവസം മുതൽ ദേവി ആനയുടെയും വാദ്യത്തിൻ്റെയും അകമ്പടിയിൽ പുറത്തേക്ക് എഴുന്നള്ളാറുണ്ട്. രാത്രി ഗുരുവായൂരപ്പൻ്റെ ശ്രീലകമടച്ച് ഭഗവതിയുടെ അഴലും കഴിഞ്ഞാണ് ദേവിയുടെ കോമരം സുരേന്ദ്രൻ വെളിച്ചപ്പാട് തുള്ളി പുറത്തേക്കെത്തുക. ദീപസ്തംഭം ചുറ്റിയ ശേഷം തിരിച്ചെഴുന്നള്ളുകയാണ് പതിവ്. വെള്ളിയാഴ്ച രാവിലെ 11:30 ക്ഷേത്ര നടയടച്ച് 12 മണിയോടെ 3 ആനകളുടെ അകമ്പടിയിൽ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അകമ്പടിയാകും. ഉച്ചയ്ക്ക് 2 കിഴക്കേ നടയിൽ പഞ്ചവാദ്യം അവസാനിച്ചാൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേളം തുടങ്ങും. തുടർന്ന് നടപ്പുരയിൽ താലപ്പൊലിയുടെ വിശേഷ ചടങ്ങായ പറയെടുപ്പ് നടക്കും. തുടർന്ന് നാഗസ്വരത്തിൻ്റെ അകമ്പടിയിൽ ക്ഷേത്ര പ്രദക്ഷിണവുമുണ്ടാകും. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും തൃശൂർ ജില്ലാ പഞ്ചായത്തും വേലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വരക്കൂട്ടം ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു. തദ്ദേശ സമേതം എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ വേലൂർ പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല രാജീവ് മുഖ്യാതിഥിയായി. മെമ്പർമാരായ ഷീന സാബു, AR രഞ്ജിത്ത്, പുലിയന്നൂർ ഗവൺമെൻറ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് PV ഷീജ, അധ്യാപക പ്രതിനിധികളായ MA ജാബിർ, CG എന്നിവർ സംസാരിച്ചു. ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളായ ആര്യൻ, സൂര്യൻ, നന്ദന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കലാകാരന്മാർക്ക് ഒരിക്കലും ഒരു ലോകത്തിന് അവസാനമില്ല. ഭയങ്കരമായിട്ട് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ ഞങ്ങൾക്കൊക്കെ പകർത്തി ഞങ്ങളെയൊക്കെ ആ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മക്കളൊക്കെ. നാളെ ലോകം നിങ്ങളുടെ പേരിലായിരിക്കും ഞങ്ങളെയൊക്കെ അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. നമുക്കറിയാം, പിക്കാസോ ആണെങ്കിലും ഡാവിഞ്ചി ആണെങ്കിലും അതുപോലെ തന്നെ രാജാ രവിവർമ്മയാണെങ്കിലും അവരുടെയൊക്കെ ചിത്രങ്ങൾ എത്രയോ മൺമറഞ്ഞ് പോയി കഴിഞ്ഞിട്ടും ഇന്നും ആ ചിത്രങ്ങൾക്കുള്ള മൂല്യവും അതിൻ്റെ ഒരു ഭംഗിയും അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ LDF നടത്തുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ പ്രവർത്തകർ വരവേറ്റത്. UDFന്റെ 10 വർഷം മുമ്പുള്ള ഭരണത്തെ കേരളം ഭീതിയോടെയാണ് ഓർക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം പറഞ്ഞു. കള്ളപ്രചരണങ്ങളിലൂടെയും നുണക്കോട്ടകൾ കെട്ടിയുമാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിടുന്നത്. രാഷ്ട്രീയ മര്യാദ UDF പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ പ്രമുഖ നേതാക്കളായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, K രാധാകൃഷ്ണൻ MP, യുജിൻ മൊറേലി, PK ജോസഫ്, KV അബ്ദുൾ ഖാദർ, KP രാജേന്ദ്രൻ, PK രാജൻ,
KG ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. AC മൊയ്തീൻ MLA, നേതാക്കളായ M. ബാലാജി, K. കൊച്ചനിയൻ, MN സത്യൻ, PG ജയപ്രകാശ്, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. വഴിയല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി വിജയത്തിന്റെ വഴിയാണ്. LDF വിജയിച്ചാലേ കേരളം വിജയിക്കൂ. LDF വിജയിച്ചാലേ ഇന്ത്യ വിജയിക്കൂ. അഥവാ നാം എന്നാൽ വീണുപോയാൽ ഉറപ്പായിട്ടും ജനങ്ങൾ പരാജയപ്പെടും, കേരളവും ഇന്ത്യയും പരാജയപ്പെടും. അതും നമുക്കറിയാം. അതുകൊണ്ടാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയും പുത്തൻ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും മുന്നേറ്റത്തിന് വേണ്ടിയും നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത് LDF ആണ് നമ്മുടെ വഴിയെന്ന്. നാടിൻ്റെ വഴി LDF ആണ്, LDF മാത്രമാണ്. അവരുടെ വഴി ഇവിടെ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. LDFിൻ്റെ പാത്താഴ ഈ രാഷ്ട്രീയ സമരത്തിന് മുമ്പിൽ നാം കാണുന്നത് രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെയാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KR സന്തോഷ് 2026-27 വർഷത്തേക്കുള്ള വിവിധ ഫണ്ടുകളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൺവീനർമാരുടെ നേതൃത്വത്തിൽ അടുത്ത വർഷത്തേക്ക് തയ്യാറാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ് നന്ദി പറഞ്ഞു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനന്യസമേതം കുട്ടികൾക്കായുള്ള ജെൻഡർ തുല്യത അവബോധ ഏകദിന ശില്പശാല നടത്തി. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സുചിത്ര, അപർണ എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി. മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് ജൈവരീതിയിൽ കൃഷി ചെയ്ത കാലാബത്തി, രക്തശാലി നെല്ലിനങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയായി. അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിന്റെ കീഴിൽ ജൈവകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി നടത്തിയത്. ആര്യമഹർഷിയുടെ നിർദ്ദേശാനുസരണം വിത്തുകൾ ശേഖരിച്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥയും ആശ്രമസേവികയുമായ ആര്യനാമികയുടെ നേതൃത്വത്തിൽ പരമ്പരാഗതമായ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി പൂർത്തീകരിച്ചത്. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പിക്കാൻ വിളവെടുപ്പ് ഘട്ടത്തിൽ യന്ത്രം ഒഴിവാക്കി കൈക്കൊണ്ടു തന്നെയാണ് കൊയ്ത്തും മെതിയും നടത്തി വിത്ത് സംരക്ഷിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് വിത്തും ഇവിടെ നിന്ന് ലഭിക്കും. കൂടുതൽ ആളുകളെ കാർഷിക സംസ്കൃതിയിലേക്ക് ആകർഷിക്കുകയും പാരമ്പര്യ നെല്ലിനങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ആര്യലോക് ആശ്രമത്തിന്റെ ദൌത്യം. വിളവെടുപ്പ് ദിവസങ്ങളിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി പേർ കാഞ്ഞിരപ്പാടത്തെത്തി. പോഷകമൂല്യം നഷ്ടപ്പെടാതെ വിവിധയിനം പരമ്പരാഗത ജൈവ അരികൾ ചേർത്ത് തയ്യാറാക്കിയ രോഗപ്രതിരോധ പോഷക അരിക്കിറ്റ് വിപണിയിലിറക്കി. പരമ്പരാഗത കൃഷി സംസ്കൃതിയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിക്കാനാണ് ആശ്രമത്തിന്റെ അടുത്ത പദ്ധതി. കോട്ടപ്പടി CRUP സ്കൂളിന്റെ 138ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപകൻ റോബിൻ CF, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ഷീന റാഫേൽ, PTA പ്രസിഡന്റ് സെബി താണിക്കൽ, MPTA പ്രസിഡന്റ് അനീന റോബിൻ, പള്ളി ട്രസ്റ്റി സോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എയ്യാൽ വെളുത്തുപാറ പാടശേഖരത്തിലെ പാട്ടത്തിനെടുത്ത 10 പറ കണ്ടത്തിലാണ് ഇത്തവണ വിദ്യാർത്ഥികൾ കൃഷിയിറക്കിയത്. വ്യാഴാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് CM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, മെമ്പർ ആൻഡോപോൾ എന്നിവർ മുഖ്യാതിഥികളായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പാടശേഖര സമിതി പ്രസിഡന്റ് അനീഷ്, പ്രിൻസിപ്പൽ V സ്മിത, SMC ചെയർമാൻ MM താഹിർ എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കർഷകരുടെ നിർദ്ദേശാനുസരണം നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവാണ് ഇത്തവണ NSS വിദ്യാർത്ഥികൾ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി 5 കിലോയുടെ പാക്കറ്റുകളാക്കി വിൽക്കാനാണ് തീരുമാനം. കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുക എന്ന് NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പ്രിയൻ പറഞ്ഞു. കഴിഞ്ഞ സീസണിലെ കൃഷിയിൽ നിന്നും ലഭിച്ച ലാഭവിഹിതത്തിൽ നിന്ന്
25,000 രൂപ മുണ്ടക്കൈ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെത്ത് എക്സലോ സമ്മാനദാന ചടങ്ങ് നടത്തി. സ്കൂൾ തലത്തിൽ നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ അധ്യക്ഷതയിൽ നടന്നത്. സ്കൂൾ ലീഡർ ജുവിൻ ബിജു സ്വാഗതം ആശംസിച്ച ചടങ്ങ് കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രിൻസിപ്പൽ ഫാദർ മത്തായി OIC വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, PTA പ്രസിഡന്റ് ഷമീർ PK എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച BJP സർക്കാരിനെതിരെ SDPI പുത്തൻകടപ്പുറത്ത് പ്രതിഷേധ സംഗമം നടത്തി. റഫീദ് ബേബി റോഡ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങളായ അലി നൈനാർ, ഹംസക്കോയ എന്നിവർ നേതൃത്വം നൽകി. SIR നടപ്പിലാക്കുന്നത് എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കാനല്ല, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും വോട്ട് ഇല്ലാതാക്കാനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF നടത്തുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരുടെ വോട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യറിയും ED ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ ഏജൻസികളും BJPയുടെ കയ്യിലൊതുക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, NK അക്ബർ MLA, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തുറന്ന ജീപ്പിൽ പ്രകടനങ്ങളുമായി വാദ്യമേളങ്ങൾ, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ മുനിസിപ്പൽ ചതുരത്തിലേക്ക് അനയിച്ചു. നേതാക്കളായ M സുരാജ്, C സുജാത, CS സുമേഷ്, AH അക്ബർ, സുനിത രവീന്ദ്രൻ, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംരംഭക നവോത്ഥാനത്തിന് ഉണർവ് നൽകി തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം നടത്തി. നവീന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി മാറ്റുന്നതിനും പ്രാദേശിക സ്റ്റാർട്ടപ്പ് സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനും മാറിവരുന്ന തൊഴിൽ ലോകത്ത് വിജയിക്കാനുള്ള കഴിവുകളും ആത്മവിശ്വാസവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനുമായാണ് ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത വിദ്യാ സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി CEOമാരുമായി സഹകരണത്തിനായുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. ചടങ്ങിൽ VICT ചെയർമാൻ ഗിരീഷ് കുമാർ, വൈസ് ചെയർമാൻ തിലകൻ, സെക്രട്ടറി മനു രഘുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,155 രൂപ, സ്വർണം പവന് 1,13,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം: വടക്കേക്കാട് കല്ലൂർ കോളങ്ങാട്ടിൽ അടിമ നിര്യാതനായി, 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പൊന്നിയൂർ വാതക ശ്മശാനത്തിൽ നടത്തും. മണി ഭാര്യയാണ്. വനജ, സുനിത, അഭിലാഷ്, അനീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.